പരിശുദ്ധ ത്രിത്വത്തിനും തിരുക്കുടുംബത്തിനും കോടാനുകൂടി നന്ദി. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ച മാതാവിന് ഒത്തിരി നന്ദി. എൻ്റെ പേര് ജയമോൾ കുര്യാക്കോസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തു നിന്ന് വരികയാണ്. ഞാനൊരു നേഴ്സാണ്. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ OET പരീക്ഷയ്ക്ക് പഠിച്ച് എനിക്ക് പുറത്തോട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരാഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഓഗസ്റ്റ് മാസം OET പരീക്ഷ എഴുതി. അപ്പം പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് സെപ്റ്റംബർ മാസം 9-ാം തീയതി 2023 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ OET പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം നോർമലി എല്ലാവർക്കും റീഡിങ്ങും ലിസണിങ്ങും മൊഡ്യൂള് ടഫായിരിക്കും, റൈറ്റിംഗ് സ്പീക്കിങ്ങും എളുപ്പമായിരിക്കും. എനിക്കും അതേപോലെ തന്നെ റൈറ്റിംഗ് സ്പീക്കിങ്ങും എളുപ്പമായിരുന്നു, റീഡിങ്ങും ലിസണിങ്ങും ടഫായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് ഭയങ്കര ടഫാണ്, അത് എനിക്ക് എങ്ങനെയെങ്കിലും തരണം. റൈറ്റിംഗ് സ്പീക്കിങ്ങും എനിക്ക് എന്തായാലും കിട്ടും, കുഴപ്പമില്ലായിരുന്നു, നല്ല എക്സാം ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ ഞാൻ വിചാരിച്ചു അതെനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ആ ടഫായിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. എൻ്റെ റിസൾട്ട് വന്നപ്പം ടഫായിട്ടുണ്ടായിരുന്നത് രണ്ടും എനിക്ക് ലഭിച്ചു. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റൈറ്റിങ്ങും സ്പീക്കിങ്ങും എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ക്ലബിംഗ് സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ടഫായിട്ടുള്ള രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചിലപ്പോൾ ഒന്നും കൂടെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ പരീക്ഷ എഴുതി. ഡിസംബർ മാസം 16-ാം തീയതി വീണ്ടും ഞാൻ ഉടമ്പടി നിറച്ച വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് എഴുതി. 4 മൊഡ്യൂളും എനിക്ക് ടഫായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ 4 മൊഡ്യൂളും ടഫായിരുന്നു, പക്ഷേ ഞാനത് കെയർ ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താണോ ദൈവഹിതം അതുപോലെ നടക്കട്ടെ. ഇനി ഞാൻ പോകണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പാസ്സാകണ്ട, പക്ഷേ എനിക്ക് വേറൊരു വഴി നീ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അതിനുശേഷം റിസൾട്ട് വരുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ കൃപാസനം പ്രാർത്ഥന, ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയും അതേപോലെ തന്നെ കൊന്തയും ഞാൻ മുടങ്ങത്തില്ലായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ സാധിക്കുന്നിടത്തോളം ദിവസം ഞാൻ പങ്കെടുക്കുമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം ഞാൻ വായിക്കുമായിരുന്നു. അപ്പം അങ്ങനെ റിസൾട്ട് വന്നു. 4 മൊഡ്യൂളും തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അപ്പം അത് കഴിഞ്ഞിട്ട് ജാനുവരി മാസത്തിലായിരുന്നു, 2024 ജാനുവരിയിലായിരുന്നു റിസൾട്ട് വന്നത്. അത് കഴിഞ്ഞ് OET പരീക്ഷയ്ക്ക് ശേഷം CBT പരീക്ഷയുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇതുവരെ എത്തി എൻ്റെ കഴിവ് കൊണ്ടല്ല, ഈശോയെ മാതാവിലൂടെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തന്നെ ബാംഗ്ലൂരായിരുന്നു പോയി CBT പരീക്ഷ എഴുതാനായിട്ട് പോയത്. അവിടെ ചെന്ന് പരീക്ഷ കഴിഞ്ഞു. 100 ക്വസ്റ്റ്യനാണ്. എനിക്കാകെ അറിയാവുന്നത് ഒരു 10ഓ 15ഓ അങ്ങേറ്റം മാക്സിമം. അപ്പം 71 മാർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ പുറത്ത് വന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ റിസൾട്ട് അറിയും. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പുറത്ത് വന്നപ്പം ഞാൻ CBT പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു 8 മാസത്തോളം UK ഇൻ്റർവ്യൂ ഫ്രീസ് ചെയ്ത് വെച്ചു. ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ ഉടമ്പടി എടുത്തതാണ്, അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ എനിക്ക് എങ്ങനെയെങ്കിലും നല്ല എനിക്ക് ഉറപ്പാണ് കിട്ടുമെന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. എനിക്ക് 8 മാസത്തോളം ഞാനിങ്ങനെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കും, പോകാറൊന്നും ആയിട്ടില്ല. അപ്പം ഒരുപാട് സങ്കടമാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണേ. അപ്പം ഇൻ്റർവ്യൂ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും ഞാൻ തൈലം നെറ്റിയിൽ പുരട്ടുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിച്ചു. ഇൻ്റർവ്യൂ ഒന്നും നടക്കാതിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിച്ചു. ആദ്യ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് പാസ്സായി. അതിനുശേഷം വീണ്ടും ഞാൻ ബാക്കി പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ സമയം വന്നപ്പം PCCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഡാമേജ് ആണ് പാസ്പോർട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, കാരണം OET പരീക്ഷ, CBT പരീക്ഷ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രോസസ്സിങ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തത് ആ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടാണ്. അപ്പം അവർ പറഞ്ഞു, നിങ്ങൾ ഏജൻസിയിൽ വിളിച്ച് ചോദിക്കുക എങ്ങനെയാണ്, ഇനിയിപ്പോൾ പുതിയ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്പർ മാറിപ്പോകും, അത് ഇഷ്യൂ ആകും. അപ്പം ഞാൻ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈശോയോട് പറഞ്ഞു, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പോകണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകണ്ട, പക്ഷേ എനിക്ക് വേറൊരു വഴി നീ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു 12:45 ആയപ്പോൾ അവർ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, പുതിയ പാസ്പോർട്ട് എടുത്തോളൂ, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ തിരിച്ചു വന്നു, പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പം ബാക്കി എല്ലാവരും അയച്ചു കൊടുക്കണം. അപ്പം എൻ്റെ മാത്രം ഡിലേ ആകുമല്ലോ, പുതിയ പാസ്പോർട്ട് ഇനി എടുത്ത് വരണം. അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനപ്പം ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടി. അപ്പോൾ പിറ്റേ ദിവസം ബുധനാഴ്ച
ചൊവ്വാഴ്ചയായിരുന്നു PCCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ വീണ്ടും ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു, ഞാൻ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഡാമേജ് പാസ്പോർട്ട് നമുക്ക് തൽക്കാലിൽ കിട്ടത്തില്ല, നോർമൽ ഡേയ്സ് എടുക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആ ഓഫീസേഴ്സിനെ എല്ലാവരെയും കാണുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ എനിക്ക് അവരോട് സംസാരിക്കാനായിട്ടുള്ളൊരു വരം എനിക്ക് തരണേ, അഭിഷേകം തരണേ, മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാ ഓഫീസേഴ്സിൻ്റെ അടുത്തും പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നു, ഓഫീസേഴ്സിനോടെല്ലാം സംസാരിച്ചു, എല്ലാം ക്ലിയർ ചെയ്തു. ഞാൻ വീട്ടിൽ വന്ന് കയറി, അന്ന് വൈകുന്നേരം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു എൻ്റെ പുതിയ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയി എന്നുള്ളത്. പിറ്റേ ദിവസം, അതായത് ഒരു ദിവസം കൊണ്ട് എൻ്റെ പാസ്പോർട്ട് എനിക്ക് വീട്ടിൽ കിട്ടി. പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ പുതിയ പാസ്പോർട്ട് എനിക്ക് വീട്ടിൽ കിട്ടി. അതുമായിട്ട് ഞാൻ PCCക്ക് അപ്ലൈ ചെയ്തു. പിന്നീടുള്ള കാര്യങ്ങളിൽ പിന്നെ വിസ കിട്ടി. എനിക്ക് UK വിസ എനിക്ക് 3 ദിവസം കൊണ്ട് തന്നു മാതാവ്. വിസ വന്നു കഴിഞ്ഞിട്ടും വീണ്ടും തടസ്സങ്ങളായിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം ഞാൻ എന്ത് തടസ്സം വന്നാലും ഉടനെ ഞാൻ മുട്ടുകുത്തി ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, നിൻ്റെ മുമ്പിലല്ലാതെ വേറൊരിടത്തും ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. വിസയ്ക്ക് വന്നതിന് ശേഷവും തടസ്സങ്ങളുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ ടിക്കറ്റ് വന്നു, നാളെ രാവിലെ ഞാൻ UKക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ എനിക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം അക്രൈസ്തവ മേഖലയിലും ക്രൈസ്തവ മേഖലയിലൊക്കെ കൊടുക്കുമായിരുന്നു. പത്രം കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഇത് അർഹതപ്പെട്ടവരിലേക്ക് നീ എത്തിക്കണം. ആരെങ്കിലും മുഖം കറുപ്പിച്ച് കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്ദി പറയും, കാരണം അത് അവരിലേക്ക് എത്താനുള്ളതല്ലായിരുന്നു. അപ്പം ഞാൻ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു, പിന്നെ രോഗികളെ സന്ദർശിച്ച് എന്തെങ്കിലും സഹായം ചെയ്യുമായിരുന്നു. ആധ്യാത്മികമായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, OET പരീക്ഷ പാസ്സാകാത്തവരുണ്ട്, ഇൻ്റർവ്യൂ കിട്ടാത്തവരുണ്ട്, എല്ലാവരെയും സമർപ്പിച്ച് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പരിശുദ്ധ ബലിയിലൂടെ സജീവമായി പങ്കെടുക്കുവാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി ഈശോയ്ക്ക്.